ഹലോ നമസ്കാരം. നമുക്ക് വിജയമന്ത്രം 2 സെക്കൻഡ് ക്ലാസ് ആണത്. നമുക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വിമണിന് ചോദിച്ചൊരു ചോദ്യമാണ്. ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലുകൾ ഏതൊക്കെ? എ, ബി, സി, ഡി. ഇത്രയും ഓപ്ഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ നമുക്ക് പഠിക്കാം. ഇത് ജിയോഗ്രഫിയിൽ വരുന്നതാണ് ഈ ചാനലുകൾ. ചാനലുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ്, രണ്ട് കരഭാഗങ്ങൾക്കിടയിലൂടെ പോകുന്ന ഒരു വാട്ടർ വേ ആണ് ചാനൽ എന്ന് പറയുന്നത്. ഒരു കടലിടുക്ക് പോലെയൊക്കെ അത് രൂപപ്പെടും. ഇപ്പൊ ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും വേർതിരിക്കുന്ന ഉത്തരം ഇതായിരുന്നു, 10 ഡിഗ്രിയാണ്. ആൻഡമാനും നിക്കോബാറും തമ്മിൽ വേർതിരിക്കുന്ന 10 ഡിഗ്രിയാണ് കേട്ടോ. 10 ഡിഗ്രിയാണ് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മറ്റ് ചാനൽ ഡിഗ്രീസിനെ എല്ലാം പഠിക്കണം. 8 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിക്കോയി ദ്വീപിനെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാസേജ് ചാനലാണ് ഈ 8 ഡിഗ്രി ചാനൽ. തിരിഞ്ഞു പോകും കാരണം ഒരുമിച്ച് പഠിക്കണം, ഒരുമിച്ച് കിട്ടണം. 9 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞാൽ മിനിക്കോയി ദ്വീപിനെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു തെറ്റിപ്പോകില്ല, സോറി. 8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മിനിക്കോയിയെയും മാലദ്വീപിനെയാണ്. 8 ഡിഗ്രി എന്ന് പറയുമ്പോൾ മിനിക്കോയിയെയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു. 9 ഡിഗ്രി ആകുമ്പം മിനിക്കോയിയെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കണക്റ്റഡ് ഫാക്ട് വെച്ചാൽ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ 9 എന്ന് പറയുന്നതിനെ ലക്ഷദ്വീപുമായിട്ട് കണക്ട് ചെയ്ത 8, 9 നമുക്ക് പഠിക്കാം. 8 മിനിക്കോയി ആണെന്ന് നമുക്കറിയാം, 9 മിനിക്കോയി ആണ്. ഏതുമായിട്ട് എന്നാണ് പഠിക്കേണ്ടത്. 8 എന്ന് പറയുമ്പോൾ മാലദ്വീപ്. മാലയില്ലേ, മാലദ്വീപിലെ മാല ആലോചിച്ചാൽ മതി. മാല ഇങ്ങനെ വളയം പോലെ അല്ലേ കിടക്കുന്നത്. 2 വളയം ചേരുമ്പോഴല്ലേ 8 ആവുന്നത്. അപ്പൊ മിനിക്കോയും മാലദ്വീപും. മിനി മാല 8 പോലെയല്ലേ കിടക്കുന്നത്. അതാണ് കോഡ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കോഡുകളാണ് ഇതൊക്കെ. മിനി മാല 8 പോലെയല്ലേ വളഞ്ഞല്ലേ കിടക്കുന്നത്. മിനിക്കോയും മാലദ്വീപും 8 കിട്ടി. ഇനി മിനിക്കോയും ലക്ഷദ്വീപും തമ്മിലാണ് 9 ഡിഗ്രി. പഠിച്ചില്ലേ? പിന്നെ 10 നമുക്ക് പഠിക്കാം. മെയിൻ സാധനമാണ് ആൻഡമാൻ നിക്കോബാർ. അത് 10 ആണ്. അത് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 10 ആണ്. AN 10 ആൻഡമാനും നിക്കോബാറും എന്താണ് 10 ആണ്. 10 ഡിഗ്രിയാണ്. എല്ലാത്തിനും കോഡ് കയറ്റല് വട്ടായി പോകും. ഇനി 11 ഡിഗ്രി, ഇത് ഓപ്ഷനേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ലക്ഷദ്വീപും അമിനി ആൻഡ് കാനനൂർ പ്രദേശങ്ങളും തമ്മിൽ വേർതിരിക്കുന്നതാണ്. ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള അമിനി ആൻഡ് കാനനൂർ പ്രദേശങ്ങളെ വേർതിരിക്കുന്നത് 11 ഡിഗ്രി. തീർന്നോ? ഇല്ല, ഇനിയുണ്ട്. എന്താണ്? 6 ഡിഗ്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. 6 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോബാറിനെയും ഇന്തോനേഷ്യയുടെ ഭാഗമായ സുമാത്ര ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 6 ഡിഗ്രി. നിക്കോബാറിനെയും സുമാത്ര, നമ്മുടെ ഇന്തോനേഷ്യയുടെ ഭാഗമായ സുമാത്ര ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 6 ഡിഗ്രി ചാനൽ. 6 ഡിഗ്രി. സുമാത്ര സുമൻ എന്ന് പറയുന്ന ഒരു കളിക്കാരുണ്ട് വെസ്റ്റ് ഇൻഡീസിൽ, ഭയങ്കര 6 അടിയാണ്. അപ്പൊ 6 സുമാത്ര. ഇനി സൗത്ത് ആൻഡമാനെയും ദക്ഷിണ ആൻഡമാൻ, സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഡങ്കൻ പാസേജ്. ഡങ്കൻ ചാനൽ എന്ന് പറയുന്നത്. ഡങ്കൻ ചാനൽ നമുക്ക് പഠിക്കാം. അത് എങ്ങനെ? ഡിങ്കൻ ചെറിയ ആളല്ലേ. അപ്പൊ ലിറ്റിൽ ആൻഡമാനും സൗത്ത് ആൻഡമാനും. ഡങ്കൻ കേട്ടോ. ഡിങ്കൻ ആലോചിച്ചത് വിട്ടു. ഇനി ആൻഡമാൻ ദ്വീപുകളെയും കോക്കോ ഐലൻഡ് എന്ന് പറയുന്നത് മ്യാൻമാറിന്റെ ഭാഗമാണ് കേട്ടോ. മ്യാൻമാർ നേരത്തെ സുമാത്ര പഠിച്ചു. സുമൻ 6 അടിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പം നിക്കോബാറും സുമാത്രയും, അതായത് നമ്മുടെ ഇന്തോനേഷ്യയുടെ ഭാഗമായ സുമാത്രയും തമ്മിലുള്ള വേർതിരിക്കുന്നത് 6 ഡിഗ്രി. സുമൻ 6 അടിക്കും. ആൻഡമാനും കോക്കോ ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ്? മ്യാൻമാറിന്റെ ഭാഗമാണ്. മ്യാൻമാർ എന്ന് പറഞ്ഞാൽ പഴയ ബർമ എന്നറിയപ്പെടുന്ന മ്യാൻമാറാണ് കേട്ടോ. പഴയ ബർമ. അപ്പൊ ആൻഡമാനും കോക്കോ ഐലൻഡും തമ്മിൽ വേർതിരിക്കുന്ന പാസേജ് ആണ് കോക്കോ ഐലൻഡ്. കോക്കോ പാസേജ്. ഇതിലുള്ള കുറച്ച് ടിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാലിഗു കണ്ടു, മാമലെ കണ്ടു, ദിവേഹി, ഇതൊക്കെ ഈ 8 ഡിഗ്രിയുടെ പഴയ പേരുകളാണ്. 8 ഡിഗ്രി ചാനലിന്റെ പഴയ പേരുകളാണ്. മാലിഗു കണ്ടു, മാമലെ കണ്ടു, ദിവേഹി. വെറൈറ്റി പോയിന്റാണ്. പുക അടിച്ചു കയറുന്നു. ഇനി അടുത്ത 9 ഡിഗ്രി എന്ന് പറയുന്നത് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ
നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്ക് ഭാഗത്തായിട്ട് 9 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് 9 ഡിഗ്രി ചാനൽ എന്ന് പേര് വന്നത്. അതുപോലെ വടക്ക് ഭാഗത്ത് 8 ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പേര് വന്നത്. ഈ 9 ഡിഗ്രി ചാനലിന്റെ മറ്റൊരു പ്രത്യേകത, ഇൻവെസ്റ്റിഗേറ്റർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ചാനൽ എന്ന് ഇനി ഒരു ചോദ്യം വരും. ഇൻവെസ്റ്റിഗേറ്റർ ബാങ്ക് അത് 9 ഡിഗ്രിയിലാണ് കേട്ടോ. 9 ഡിഗ്രിയിലാണ് ഇൻവെസ്റ്റിഗേറ്റർ ബാങ്ക്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. ഇനി നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഓരോ പോയിന്റുകൾ എന്ന് പറയുന്നത്, ഇതിന്റെയൊക്കെ ഈ ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ച് ഒന്ന് പഠിക്കണം. അതിന്റെ നോട്ടും ഇതിന്റെ കുറച്ച് ഫോട്ടോ ഉൾപ്പെടെയുള്ള മാപ്പ് അടക്കമുള്ള നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കണമെങ്കിൽ പരീക്ഷ വരെ പഠിക്കാം. അതിനുവേണ്ടി താഴെയുള്ള ഫസ്റ്റ് കമന്റിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ അഡ്മിൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, പവറായിട്ട് പഠിക്കും.